ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. CSI ദശകേരള മഹായിടവക 1959 ആരംഭിച്ചതാണ്. 1959 ഈ മഹായിടവ രൂപപ്പെടുന്നത്. പക്ഷേ ഈ സഭയുടെ ചരിത്രം 1806 തുടങ്ങുകയാണ്. LMS മിഷണറിമാർ ഇവിടെ വന്ന് അവിടെ സേവനം തുടങ്ങുന്നത് നമ്മുടെ ഈ തിരുവനന്തപുരത്താണ്. അവർ തുടങ്ങിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആതുര സേവന പ്രവർത്തനങ്ങളൊക്കെ ഇന്നും സഭ വളരെ കാര്യക്ഷമമായി സമൂഹത്തിൽ നടത്തപ്പെടുന്നു. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ മഹായിടവയിൽ 3.5 ലക്ഷത്തോളം കുടുംബമുണ്ട്. 10 ലക്ഷത്തോളം ആളുകളുള്ള ഒരു സഭയാണ്. 650 പരം ചർച്ചാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏകദേശം 675ഓളം വൈദികരും സഭാ ശുശ്രൂഷ അടങ്ങുന്ന ഒരു മഹത്തായ സഭയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ജനസംഖ്യ കൊണ്ടും സേവനം കൊണ്ടും ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സഭയാണ് CSI സഭ. അത് LMS പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ ഭാഗമായി 1806 ആരംഭിച്ച സുവിശേഷ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഒരു സഭയാണ് ഈ സഭ. പ്രത്യേകിച്ച് കഴിഞ്ഞ 25 വർഷത്തിലേറെ നമ്മുടെ സഭ ക്രിസ്മസ് ആഘോഷം, പ്രത്യേകിച്ച് തിരുവനന്തപുരം പട്ടണത്തിൽ ഏറ്റവും നന്നായി ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് CSI ദശകേരള മഹായിടവയാണ്. മഹായിടവ സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ സാറാണ്. അപ്പോൾ കഴിഞ്ഞ 25 വർഷത്തിലേറെ വളരെ ഭംഗിയായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത് നമ്മുടെ LMS കോമ്പൗണ്ടാണ്, നമ്മുടെ സഭയാണ്. ഇപ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രം ബെസ്റ്റ് എന്ന പേരിലാണ് ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് നമ്മുടെ ദക്ഷിണ കേരള മഹായിടവ മാത്രമല്ല, മഹായിടവയ്ക്ക് അഭ്യുദയകാംക്ഷികളായ നിരവധി മതപ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യമുള്ള ട്രിവാൻഡ്രം ബെസ്റ്റ് എന്ന പേരിൽ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ കേട്ടതുപോലെ 12 ദിവസത്തെ പ്രോഗ്രാമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 21 മുതൽ 1-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത്. ഓരോ ദിവസവും സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്. രാഷ്ട്രീയ സാമൂഹിക മതമേഖലകളിൽ പ്രഗത്ഭരായ ആളുകളാണ് വേദി പങ്കുവയ്ക്കുന്നത്. 7 മണി മുതൽ 7:30 വരെയുള്ള സമയത്താണ് ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഗാ ആഘോഷ പരിപാടികളാണ് ക്യാമ്പസിൽ അരങ്ങേറുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷമാണ് നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതിലെല്ലാവരും അണിചേരുന്നുണ്ട്, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക കേരളത്തിൻ്റെ ആ മഹത്വത്തെ വാനോളം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു മഹനീയമായ ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം, സാന്നിധ്യം ഉണ്ടാകണം. ഈ ദിവസം നടക്കുന്ന ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ പൊതുസമൂഹത്തിന് എത്തിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. അതിൽ നിങ്ങളുടേതായ പ്രാർത്ഥന നിർഭരമായ പിന്തുണയും പ്രോത്സാഹനം നൽകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത് ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നത് നമ്മുടെ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മിഷണറിമാരുടെ പ്രവർത്തനവും അങ്ങനെയായിരുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമമായിരുന്നു അവിടെ പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ ആ പാരമ്പര്യം നിലനിൽക്കുന്ന ഞങ്ങളുടെ ചർച്ചിനും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു പുതിയ ഒരു മാതൃക സൃഷ്ടിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വലിയ ദൗത്യം കൂടെ ഈ ക്രിസ്മസ് നാളിൽ ഇവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിയിച്ചൊരുക്കിക്കൊണ്ട് പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റും കൂടെ അതിനകത്ത് പങ്കുചേരും. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കൂടെ പങ്കുചേരുന്നു. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും സാംസ്കാരിക കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ പ്രോഗ്രാം ക്രമീകരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.